പൂർണ്ണമായി അംഗീകരിക്കുന്നുവെന്നും ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദ മാസ്റ്റർ. തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം സംസ്ഥാന നേതൃത്വം ചർച്ച ചെയ്തു. വലിയ പരാജയമാണ് ഉണ്ടായത്. അതിന് നിരവധി കാരണങ്ങളുണ്ട്. പരാജയ കാരണങ്ങൾ പാർട്ടി ഘടകങ്ങളിലെല്ലാം ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UDF ചെയ്തതുപോലെ LDF സത്യപ്രതിജ്ഞ ബഹിഷ്കരിക്കില്ലെന്നും പ്രതിപക്ഷം എന്ന നിലയിൽ സർക്കാരിന് ആവശ്യമായ പിന്തുണ നൽകുമെന്നും M.V. ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞു. ഈ പരാജയമാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിട്ടുള്ളത്. പാർട്ടി ഒന്നടങ്കം ഒറ്റക്കെട്ടായി മുന്നോട്ടേക്ക് പോകും. കേരളത്തിലെ ഇടതുപക്ഷ സ്വാധീനം ചില മാധ്യമങ്ങൾ പറയുന്നത് പോലെ അതിൻ്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയുന്നതിനോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല. നല്ല നിലയിൽ സംഘടനാ പരിശോധനയും തിരുത്തലും ആവശ്യമുള്ള പാർട്ടി ഇടപെടലും നടത്തി വർഗ ബഹുജന പ്രസ്ഥാനങ്ങളുമെല്ലാം സജീവപ്പെടുത്തി വലിയ രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തിരിച്ചു വരാൻ കഴിയും എന്ന് തന്നെയാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ പരാജയം അംഗീകരിച്ചല്ലോ. സ്വാഭാവികമായിട്ടും പുതിയ ഗവൺമെൻറ് വരാൻ പോവാണ്. ഗവൺമെൻറ് വരുമ്പോൾ ആ ഗവൺമെൻറ്റിന് സ്വാഭാവികമായിട്ടൊരു പ്രതിപക്ഷ മര്യാദയോടുകൂടിയുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. അവർ മുമ്പ് ചെയ്തതുപോലെ സത്യപ്രതിജ്ഞ ഉൾപ്പെടെ ബഹിഷ്കരിക്കുന്ന നിലയാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ ഭരണത്തെയും ഭരണ സംവിധാനത്തെയും വികസനത്തെയും ഒന്നും അംഗീകരിക്കില്ല എന്നുള്ള നിലപാട് അവർ സ്വീകരിച്ചിരുന്നത്. ഞങ്ങൾ ആ നിലപാട് സ്വീകരിക്കില്ല. പരാജയം പൂർണ്ണമായി അംഗീകരിക്കുന്നുവെന്നും ക്രിയാത്മകമായി പ്രതിപക്ഷമായി പ്രവർത്തിക്കുമെന്നുമാണ് CPIM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത്. തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം സംസ്ഥാന നേതൃത്വം വലിയ രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഉണ്ടായത് വലിയ പരാജയമാണ്. അതിന് നിരവധി കാരണങ്ങളുണ്ട് എന്നാണ് ഇപ്പോൾ ഗോവിന്ദ മാസ്റ്റർ പ്രതികരിക്കുന്നത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഡിജിറ്റൽ രേഖകൾ പുറത്ത്. മുഖ്യപ്രതികളിൽ ഒരാളായ ശുഭം കയർനാറിന്റെ വാട്സപ്പ് ചാറ്റുകളാണ് പുറത്തു വന്നത്. വിദ്യാർത്ഥികൾക്ക് 500 രൂപ മുതൽ 600 വരെയാണ് 500 മുതൽ 600 വരെ മാർക്കാണ് കയർനാർ ഉറപ്പ് നൽകിയത്. കയർനാറിന്റെയും മറ്റൊരു പ്രതിയായ ശുഭിന്റെയും ഫോണുകൾ CBI പിടിച്ചെടുത്തു. ഫോണുകളിൽ നിന്നും ചാറ്റുകളും ചോദ്യപേപ്പറുകളും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. മഹാരാഷ്ട്ര, ഹരിയാന, രാജസ്ഥാൻ, ജമ്മു കാശ്മീർ, ബീഹാർ, കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ ചോദ്യപേപ്പർ വ്യാപകമായി പ്രചരിച്ചു. ആയുർവേദ മെഡിക്കൽ വിദ്യാർത്ഥിയായ ഖൈർനാർ നാസിക്കിലാണ് അറസ്റ്റിലായത്. ചോദ്യപേപ്പർ ചോർച്ചയിൽ രാജസ്ഥാനിലെ യുവമോർച്ച നേതാവ് ദിനേശ് ബിവാൾ അടക്കം അറസ്റ്റിലായിട്ടുണ്ട്. ബിവാളും സഹോദരൻ മംഗിലാലും സിക്കറിൽ ചോദ്യപേപ്പർ കൈമാറിയതായാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ.